സംസ്ഥാന ബി.ജെ.പിയിലെ ഭാരവാഹി പട്ടിക പുറത്തു വന്നു. അതിൻ്റെ വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഒരു വശത്ത് നിൽക്കുന്നു. എന്തായാലും ഭാരവാഹി പട്ടിക അംഗീകരിച്ചു. ഇനിയും കൂടുതൽ പേർക്ക് ഭാരവാഹിത്വം കൊടുക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വശത്ത് നടക്കുന്നു. എന്തായാലും വിവാദങ്ങളൊന്നും പത്രങ്ങളോ മാധ്യമങ്ങളോ പറഞ്ഞതുപോലുള്ള വിവാദങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ആരുടെയും പരസ്യ പ്രതികരണം ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ നോക്കുന്ന ദേശീയ നേതൃത്വത്തിൻ്റെ പുനഃസംഘടന നടക്കുകയാണ്. അതിൻ്റെ കമ്മിറ്റി വരാൻ പോവുകയാണ്. ദേശീയ പ്രസിഡന്റ് പുരുഷനായിരിക്കുമോ സ്ത്രീ ആയിരിക്കുമോ വനിതയായിരിക്കുമോ എന്നുള്ള ചർച്ച നടക്കുന്നു. അതിൽ കേരളത്തിനൊരു കൗതുകമുണ്ട്. കേരളത്തിൻ്റെ കൗതുകം എന്ന് പറയുന്നത് ഇപ്പോൾ അനിൽ ആന്റണി, എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി, അതുപോലെ തന്നെ അബ്ദുള്ളക്കുട്ടി, രണ്ടും ന്യൂനപക്ഷ മുഖങ്ങളാണ്. ഇവർ ഇപ്പോൾ കേന്ദ്ര സമിതിയിലുണ്ട്, ദേശീയ സമിതിയിലുണ്ട്. ദേശീയ വൈസ് പ്രസിഡന്റായിട്ടും വക്താവായിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ ടോം വടക്കനുണ്ട്, കേരളത്തിൽ നിന്നുള്ള ടോം വടക്കനുണ്ട്. ഇങ്ങനെ 2-3 പേരുണ്ട്. പക്ഷേ പുതിയ പേരുകൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ഒന്ന്, പത്മജ വേണുഗോപാലിൻ്റെ പേര് ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. സംസ്ഥാനത്തേക്കാൾ ഉപരി അവർക്ക് ദേശീയ നേതൃത്വത്തിലേക്കാണ് അവരെ പേര്. പല പേരുകളിൽ പല സ്ഥാനങ്ങളിൽ ഗവർണർ ഉൾപ്പെടെയുള്ള പല സ്ഥാനങ്ങളിൽ അവരെ പേര് വരുന്നുണ്ട്. എന്നാലും ദേശീയ സമിതി പുനഃസംഘടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പത്മജ വേണുഗോപാലിനെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പി സി ജോർജിനെയും ദേശീയ തലത്തിലേക്കുള്ള ഒരു സാധ്യത. പിന്നെ കുമ്മനം രാജശേഖരൻ ആൾറെഡി ഉണ്ട്. പിന്നെ പി കെ കൃഷ്ണദാസ്, അങ്ങനെ ഒത്തിരി പേര്, കെ സുരേന്ദ്രൻ. പിന്നെ കെ സുരേന്ദ്രൻ ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കുകയാണ്, മാറി നിൽക്കുകയാണ്. അപ്പോൾ കെ സുരേന്ദ്രനെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു, നമ്മുടെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന്. അപ്പോൾ കെ സുരേന്ദ്രനെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അങ്ങനെ പിന്നെ വി മുരളീധരനുണ്ട്. അപ്പോൾ വലിയൊരു പട തന്നെ കേരളത്തിലുള്ളവരുണ്ട്. അപ്പോൾ അവിടെ അമിത്ഷാ വന്നപ്പോൾ RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള മുഖ്യ കാര്യവാഹകമായിട്ടുള്ള സേതുമാധവനും, ക്ഷേത്രീയ കാര്യവാഹകരുടെ MR രാധാകൃഷ്ണനും, പ്രാന്ത കാര്യവാഹകരുടെ പ്രസാദ് ബാബുവായിട്ടൊക്കെ അമിത്ഷായും നമ്മുടെ ഇദ്ദേഹവും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ സംസാരിച്ചിരുന്നു. അതിൻ്റെയും കൂടി പശ്ചാത്തലത്തിലാണ് സദാനന്ദൻ മാസ്റ്റർക്ക് രാജ്യസഭാ സീറ്റ് കിട്ടിയത്, നല്ല അംഗത്വം കിട്ടിയതെന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് കേരളത്തിൽ നിന്ന് ആരൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ആരെയൊക്കെ മാറ്റപ്പെടും എന്നുള്ളതും വളരെ ഗൗരവമായ ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ദേശീയ പ്രസിഡന്റ് വരുന്നത് പോലെ തന്നെ ഒരു കൗതുകം, ഒരു അത്ഭുതം ഇതിൽ സൃഷ്ടിക്കുമോ? പുതിയതാര് എന്നുള്ള അൽഫോൺസ് കണ്ണന്താനം ഇപ്പോൾ നിൽപ്പുണ്ട്. അദ്ദേഹം കേന്ദ്ര നിർവാഹക സമിതിയിലൊക്കെ ഉള്ളതാണ്. പാർലമെൻ്ററി സമിതിയിലൊക്കെ, പാർലമെൻ്ററി സഭയുടെ വിവിധ കമ്മിറ്റികളിലൊക്കെ ഉള്ള ആളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഡിഫൻസ് കമ്മിറ്റിയിൽ, പ്രതിരോധത്തിൻ്റെ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട് മലയാളികൾ ഇങ്ങനെ സ്ഥാനത്തിനായിട്ട് പരിഗണിക്കപ്പെടുന്നവരുടെ പേരിലുണ്ട്. ആർക്ക് എന്തൊക്കെ പൊസിഷനാണ് വരാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് വരുന്നത് നമുക്കിപ്പോൾ അറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ദേശീയ തലത്തിൽ ബി.ജെ.പിയുടെ പുനഃസംഘടന നടക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയ കമ്മിറ്റി വരുമ്പോൾ, അതിനകത്ത് കേരളത്തിൽ നിന്ന് ആരാണ് ഉണ്ടാവുക? പുതിയതായിട്ട് വനിതാ പ്രാതിനിധ്യം എത്രയാണ്, അല്ലെങ്കിൽ പുരുഷന്മാരുടെ നേതാക്കളായ പ്രാതിനിധ്യം എത്താണ്? ഇനി സ്വതന്ത്രരായിട്ടൊക്കെ അതുപോലെ പ്രൊഫഷണലായിട്ടൊക്കെ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ദേശീയ നേതൃത്വത്തിലേക്ക് വരുമോ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വളരെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും അതിന് ഉത്തരമാകുമെന്ന് കരുതുന്നു. കാരണം പ്രധാനമന്ത്രി വിദേശത്തായിരുന്നു, അദ്ദേഹം വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അമിത്ഷാ കേരളത്തിൽ വന്നിട്ട് തിരിച്ചുപോയി. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ വളരെ കൃത്യമായി ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ രാജ്യസഭാ അംഗങ്ങളെയൊക്കെ പ്രഖ്യാപിച്ചു, ഗവർണർമാരെ പ്രഖ്യാപിച്ചു. ഇനി അടുത്തത് പ്രഖ്യാപിക്കാനുള്ളത് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തെയാണ്. അത് ദേശീയ സമിതിയെയും പ്രസിഡന്റിനുമൊക്കെയാണ്. വരുന്ന ദിവസങ്ങളിൽ അതുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴും കേരളത്തിൽ നിന്ന് ആരൊക്കെയാണ് ഉണ്ടാവുക? ഞാൻ ഈ പറഞ്ഞ പോലെ പത്മജ വേണുഗോപാൽ അടക്കമുള്ള ആരൊക്കെയാണ് കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ ദേശീയതല രാഷ്ട്രീയ നേതാക്കളായി ബി.ജെ.പിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്ത രാഷ്ട്രീയ മേഖലകളിലെ ഗൗരവമായ ചർച്ച.